പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സദ്വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. 2025 ജനുവരി 1 മുതൽ 365 തലക്കെട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വർഷം മുഴുവൻ പ്രാർത്ഥിച്ച് ധ്യാനിക്കാനുള്ള വചനങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ഒരു തലക്കെട്ടും അതുമായി ബന്ധപ്പെട്ട വചനങ്ങളും അയച്ചു തരുന്നതായിരിക്കും. വചനങ്ങൾ കേട്ട് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക. നന്ദി. ദിവസം 23. ജ്യോതിഷം. ആവർത്തനം 18 വചനം 9. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. യിരെമ്യാവ് 10 വചനം 2. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. യെശയ്യാവ് 47 13 14 വചനങ്ങൾ. നിന്റെ ആലോചനാ ബാഹുല്യം കൊണ്ട് നീ വലഞ്ഞിരിക്കുന്നു. ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്നെ രക്ഷിക്കട്ടെ. ഇതാ, അവർ താളടി പോലെയായി തീക്ക് ഇരയാകും. അവർ അഗ്നിജ്വാലയിൽ നിന്ന് തങ്ങളെ തന്നെ വിടുവിക്കയില്ല. അത് കുളിർമാറ്റുവാൻ തക്ക കനലും കായുവാൻ തക്ക തീയുമല്ല. ദാനിയേൽ 1:18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ നെബൂഖദ്നേസറിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെ എല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ദാനിയേൽ 2:26 മുതൽ 28 വരെയുള്ള വചനം. ബേൽശസ്സർ എന്നും പേരുള്ള ദാനിയേലിനോട് രാജാവ്, ഞാൻ കണ്ട സ്വപ്നവും അർത്ഥവും അറിയിപ്പാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത്, രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിപ്പാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും പള്ളിമത്തയിൽ വച്ച് തിരുമനസ്സിൽ ഉണ്ടായ ദർശനങ്ങളും ആവിത്. ആമേൻ.